ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിനായിട്ടുള്ള ചപ്പാത്തി കൂട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ആദ്യം എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളമൊഴിച്ച് സാധാരണ ചപ്പാത്തിക്കൂട്ട് തയ്യാറാക്കിയെടുക്കുന്ന പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്കൂട്ട് ഇവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് പ്രിപ്പറേഷൻ ചെയ്യാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് പച്ചക്കറിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ചക്കറിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. ആ ഒരു സമയം വരെയാണ് ഇത് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയാക്കി എടുക്കുന്ന അത്രയും സമയം മാത്രമാണ് ചപ്പാത്തിയുടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. അതിനുശേഷം ഞാനത് 3 ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കാനാണ് പോകുന്നത്. സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഡസ്റ്റ് ചെയ്ത് നമുക്ക് സാധാരണ പോലെ തന്നെ പരത്തിയെടുക്കാം. നല്ല നേർത്ത് തന്നെയാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ചുട്ടെടുക്കാം. നിങ്ങൾക്കിതിപ്പോൾ ചപ്പാത്തി ബാക്കിയായി വന്നാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ. ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് തന്നെ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ്ങിലേക്ക് 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലത്തെ പാത്രത്തിൽ ആദ്യം ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അത് പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ചപ്പാത്തി കൂടെ വെച്ച് കൊടുക്കുക. അതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കുക. വീണ്ടും കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് മൂന്നാമത്തെ ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കും ഞാനിവിടെ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു പാൻ വേറൊരു തവേൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലെ പഴയ തവയൊക്കെ ഉപയോഗിച്ചാൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ മുകളിലത്തെ ചീസൊക്കെ നല്ലപോലെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഉള്ളോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തും വന്നിട്ടുണ്ടാകും. ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞൊന്നും പോവില്ല. അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ അടിഭാഗം കൂടെ കാണിച്ചു തരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, പക്ഷെ കരിഞ്ഞൊന്നും പോവില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ.